കാതിലെത്തും പത്രങ്ങൾ മീഡിയ വൺ പോഡ്കാസ്റ്റ് ആരംഭിക്കുകയാണ്. ഇന്ന് 2024 ഫെബ്രുവരി 15 വ്യാഴാഴ്ച. ഞാൻ പി.ടി. നാസർ. കർഷകർ വീണ്ടും പ്രക്ഷോഭവുമായി രാജ്യതലസ്ഥാനത്തേക്ക് നീങ്ങുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അബുദാബിയിലെത്തി അമ്പലം ഉദ്ഘാടനം ചെയ്തതുമാണ് ഇന്ന് കേരളത്തിന് പുറത്തു നിന്നുള്ള പ്രധാന വാർത്തകൾ. കേരളത്തിൽ നിന്നുള്ള വാർത്തകളിൽ സപ്ലൈകോയിൽ 13 ഇനങ്ങൾക്കുള്ള സബ്സിഡി കുറച്ചതിനാൽ സാധനങ്ങൾക്ക് വില കൂടും എന്ന വാർത്ത ഏതാണ്ട് എല്ലാ പത്രങ്ങളും നൽകിയിട്ടുണ്ട്. മലയാള മനോരമയിൽ ആ വിലക്കയറ്റമാണ് ലീഡ് വാർത്ത. സപ്ലൈകോയിൽ വില കൂട്ടി എന്ന് തലക്കെട്ട്. വില കൂടിയതല്ല, കൂട്ടിയതാണ്, അതിനൊരു കർത്താവുണ്ട് എന്ന് മനോരമ ഓർമ്മിപ്പിക്കുന്നു. മാതൃഭൂമിയിൽ കർഷക സമരമാണ്. കർഷകരുമായി അനുനയത്തിന് എന്ന തലക്കെട്ട്. മാധ്യമത്തിനും കർഷക സമരമാണ് പ്രധാന വാർത്ത. വഴങ്ങാതെ സർക്കാർ എന്നതാണ് ആ തലക്കെട്ട്. സപ്ലൈകോയിൽ വില കൂട്ടി. മലയാള മനോരമയിലേക്ക് കിടക്കാം. 70% വരെ ഉണ്ടായിരുന്ന സബ്സിഡി ഇനി 35% വരെ മാത്രം. വിപണി വില അനുസരിച്ച് സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വില മാറും. തിരുവനന്തപുരം. സപ്ലൈകോ സബ്സിഡി നിരക്കിൽ നൽകുന്ന 13 സാധനങ്ങൾക്ക് വില കൂട്ടാൻ മന്ത്രിസഭാ യോഗം ഇന്ന് തീരുമാനിച്ചു. സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് വിപണി വിലയിൽ 35% മാത്രമാകും ഇനി കുറവ്. ഇതുവരെ 70% വരെ വിലക്കുറവുണ്ടായിരുന്നു. ഇനി മുതൽ വിപണി വില അനുസരിച്ച് വിപണി വില കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റം വരുത്താനും തീരുമാനിച്ചു. സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടേണ്ടെന്ന ഒന്നാം പിണറായി സർക്കാരിൻ്റെ തീരുമാനമാണ് ഇതോടെ മാറുന്നത്. അതുവരെ വിപണി വിലക്ക് അനുസൃതമായി നിശ്ചിത നിരക്കിൽ സബ്സിഡി നൽകുന്ന രീതിയാണ് സപ്ലൈകോ പിന്തുടരുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ തിരിച്ചടി ഭയന്ന് വില കൂട്ടാൻ സർക്കാർ ഇതുവരെ മടിച്ചു നിൽക്കുകയായിരുന്നു. വില കൂട്ടുന്നതിന് ഭക്ഷ്യവകുപ്പ് നൽകിയ ശുപാർശ മന്ത്രിസഭാ യോഗത്തിൻ്റെ അജണ്ടയിൽ ഉൾപ്പെടുത്താതെ മാറ്റിവെക്കുകയും ചെയ്തു. എന്നാൽ വില കൂട്ടിയില്ലെങ്കിൽ സപ്ലൈകോയുടെ സാമ്പത്തിക സ്ഥിതി എന്നതും കൂടുതൽ ഫണ്ട് അനുവദിക്കാൻ സർക്കാരിന് നിർവാഹമില്ലെന്നതും കണക്കിലെടുത്താണ് മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനം. വില കൂട്ടുന്നതിന് LDF നേരത്തെ അനുമതി നൽകിയിരുന്നു. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നിയോഗിച്ച വിദഗ്ധ സമിതി ഡിസംബർ അവസാനം ഇതിനുള്ള ശുപാർശകൾ നൽകി. വിപണി വിലയിൽ 25% സബ്സിഡി അനുവദിച്ചാൽ മതിയെന്നായിരുന്നു LDF യോഗത്തിൻ്റെ തീരുമാനം. എന്നാൽ 35% എന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ ശുപാർശ ഒടുവിൽ അംഗീകരിച്ചു. സബ്സിഡി നിരക്കിൽ 13 സാധനങ്ങൾക്ക് നൽകുന്നതിന് ഒരു വർഷം 350 കോടി രൂപയാണ് സപ്ലൈകോയുടെ ചെലവ്. നിലവിൽ 1000 കോടി രൂപയിലേറെ വിതരണക്കാർക്ക് കുടിശ്ശികയുണ്ട്. ഈ മാസം 40 ലക്ഷം വരെ റേഷൻ കാർഡ് ഉടമകളാണ് സപ്ലൈകോയിലെത്തി സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നത്. ഒരു മാസം 40 ലക്ഷം വരെ റേഷൻ കാർഡ് ഉടമകളാണ് സപ്ലൈകോയിലെത്തി സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നത്. എന്നാൽ 6 മാസത്തിലേറെയായി പല സാധനങ്ങളും വിൽപ്പനശാലകളിൽ ഇല്ല. 13 ഇനം സബ്സിഡി സാധനങ്ങൾ ഏതൊക്കെയാണ് എന്നതിനുള്ള ഒരു പട്ടികയും മനോരമ ഈ വാർത്തയോടൊപ്പം നൽകിയിട്ടുണ്ട്. ചെറുപയർ, ഉഴുന്ന്, വൻകടല, വൻപയർ, തുവരപ്പരിപ്പ്, മുളക്, മല്ലി, പഞ്ചസാര, വെളിച്ചെണ്ണ, ജയ അരി, കുറുവ അരി, മട്ട അരി, പച്ചരി എന്നിവയാണ് ഈ 13 ഇനം സാധനങ്ങൾ. മലയാള മനോരമയുടെ ഒന്നാം പേജിൽ ഒരു അഭ്യൂഹമുണ്ട്. അഭ്യൂഹം എന്ന് തന്നെ തലക്കെട്ടിട്ട് അത് ഏറ്റവും മുകളിലായി പത്രം എടുത്തു നോക്കിയാൽ ആദ്യം കാണുന്ന തരത്തിൽ അത് വിന്യസിച്ചിട്ടുമുണ്ട്. അത് രാഷ്ട്രീയ രംഗത്ത് ഒരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്. ശരത് പവാർ കോൺഗ്രസിൽ തിരിച്ചെത്തുമെന്ന് അഭ്യൂഹം. മുംബൈയിൽ നിന്നാണ് വാർത്ത. ജെറി സെബാസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുന്നു. ശരത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള NCP കോൺഗ്രസിലേക്ക് മടങ്ങിയേക്കുമെന്ന് അഭ്യൂഹം. ഇതു സംബന്ധിച്ച് ഇരു പാർട്ടികളും പ്രാഥമിക ചർച്ച നടത്തി. മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം പവാറിനെ സന്ദർശിച്ചിരുന്നു. NCPയിൽ കൂടിയാലോചനകൾ നടന്നതായും റിപ്പോർട്ടുണ്ട്. എന്നാൽ പവാറിൻ്റെ മകളും പാർട്ടി വർക്കിംഗ് പ്രസിഡന്റുമായ സുപ്രിയ സുലെയും MP മറ്റു നേതാക്കളും ലയന നീക്കം നിഷേധിച്ചു. അജിത് പവാർ പക്ഷവുമായുള്ള നിയമ പോരാട്ടത്തിൽ ശരത് പവാറിന് NCP ചിഹ്നവും പേരും നഷ്ടപ്പെട്ടിരുന്നു. ജനകീയ നേതാവായ അശോക് ചവാന് കോൺഗ്രസിന് നഷ്ടപ്പെട്ടു. കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിടാനുള്ള സാധ്യതയും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശരത് വിഭാഗത്തെ തിരിച്ചെത്തിക്കാനായാൽ രാഷ്ട്രീയ ചിത്രം മാറുമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ കണക്കുകൂട്ടൽ. അങ്ങനെ എന്തെന്ത് കണക്കുകൂട്ടലുകൾ! അതിനിടയിൽ മാനന്തവാടിയിലെ ആന, ബേലൂർ മകന എന്ന കാട്ടാന ആ സ്ഥലത്ത് തന്നെ തുടരുകയാണ്. അതിനെ അന്വേഷിച്ച് വനം വകുപ്പ് നടക്കുന്നുണ്ട്. എന്നാൽ ഇതിനെല്ലാമിടയിൽ അതേ സ്ഥലത്ത്
കാട്ടാന അജീഷിനെ ചവിട്ടിക്കൊന്ന അതേ സ്ഥലത്ത് പടമലയിൽ ഇന്നലെ കടുവ ഇറങ്ങി എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. കോഴിക്കോട് എഡിഷനിൽ ഇറങ്ങുന്ന എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പേജിലും ഉൾപേജിലുമായി ആ വാർത്ത വിശദീകരിച്ച് നൽകുന്നുണ്ട്. കാട്ടാന ജീവനെടുത്ത പടമല ചാലിഗദ്ധയിലെ ജനവാസ മേഖലയിൽ ഇന്നലെ ഇറങ്ങിയത് കടുവ. കഴിഞ്ഞ ശനിയാഴ്ച ആനയുടെ ചവിട്ടേറ്റ് മരിച്ച അജീഷിൻ്റെ അയൽവാസി വെണ്ണമറ്റത്തിൽ ലിസി കടുവയുടെ മുന്നിൽ നിന്ന് തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് എന്ന് മനോരമ ഒന്നാം പേജിൽ തന്നെ പറയുന്നു. ആ വാർത്ത, ലിസിയുടെ അഭിമുഖമടക്കമുള്ള വാർത്ത മാതൃഭൂമിയിൽ നിന്ന് വായിക്കാം. കാട്ടാന കർഷകനെ കൊന്നിടത്ത് കടുവയും. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന വീട്ടമ്മ കടുവയുടെ മുന്നിലകപ്പെട്ടു. മാനന്തവാടി. 5 ദിവസം മുമ്പ് കാട്ടാന ചവിട്ടിക്കൊന്ന പയ്യമ്പള്ളി പടമല ചാലിഗദ്ധയിലെ കർഷകനായ പനച്ചിയിൽ അജീഷിൻ്റെ വീട്ടിന് സമീപം കടുവയെത്തി. കാട്ടാനയുടെ ആക്രമണത്തിൻ്റെ ഭീതിയിൽ നിന്ന് ജനം മുക്തരാകും മുമ്പെയാണ് പടമല സെയിൻറ്റ് അൽഫോൺസ് പള്ളിക്ക് സമീപം കടുവയെ കണ്ടത്. ബുധനാഴ്ച രാവിലെ കുർബാന കൂടാനായി പള്ളിയിലേക്ക് നടന്നു പോവുകയായിരുന്ന വീട്ടമ്മയായ വെണ്ണമറ്റത്തിൽ ലിസിയാണ് കടുവയുടെ മുന്നിലകപ്പെട്ടത്. പള്ളിയുടെ പ്രവേശന കവാടത്തിൽ സ്ഥാപിച്ച CCTVയിൽ കടുവ റോഡ് മുറിച്ചു കടക്കുന്നത് പതിഞ്ഞിട്ടുണ്ട്. രാവിലെ 6:30യോടെയാണ് സംഭവം. പള്ളിയുടെ സമീപത്തു തന്നെയാണ് ലിസിയുടെ വീട്. വീട്ടിൽ നിന്നിറങ്ങി റോഡിൻ്റെ വലതുവശം ചേർന്ന് നടക്കുകയായിരുന്ന ലിസി കടുവയുടെ അലർച്ച കേട്ട് റോഡിൻ്റെ ഇടതുവശത്തേക്ക് മാറി പള്ളിയിലേക്ക് നടന്നു. കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ വീണ്ടും ശബ്ദം കേട്ടതിനെ തുടർന്ന് തിരിഞ്ഞോടുകയായിരുന്നു. റോഡ് മുറിച്ചു കടന്ന കടുവ മുകളിലേക്ക് ഓടിക്കയറി. പള്ളിയിലേക്ക് കാറിൽ വരികയായിരുന്ന കുറുക്കൻ മൂലയിലെ ഐക്കരാട്ട് സാബുവും കടുവയെ നേരിൽ കണ്ടു. ഭാര്യ ദീപ, മകൾ നിയ എന്നിവരോടൊപ്പമായിരുന്നു പള്ളിയിലേക്ക് വന്നത്. ലിസി ചേച്ചി പേടിച്ച് ഓടി വരുന്നത് കണ്ട് വാഹനം നിർത്തി എന്തെന്ന് തിരക്കി. പക്ഷേ ഒന്നും പറയാൻ അവർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. റോഡിനോട് ചേർന്ന ഇടവഴിയിലേക്ക് അവർ ഓടിപ്പോയി. കടുവയും പിന്നാലെ പോയി. അവരെ കടുവ ആക്രമിച്ചെന്നാണ് പറഞ്ഞത്. അവരെ കടുവ ആക്രമിച്ചെന്നാണ് കരുതിയത്. ഒച്ച വെച്ച് കടുവയെ അകറ്റാനാണ് പിന്നീട് ശ്രമിച്ചത്, സാബു പറഞ്ഞു. ലിസിയുടെ പിന്നാലെ ഓടിക്കയറിയ കടുവ സമീപത്തുള്ള കളപ്പുരക്കൽ ജോയിയുടെ വീട്ടിന് മുന്നിലാണ് എത്തിയത്. രാവിലെ മുറ്റത്തു നിന്ന് മുറുക്കിക്കൊണ്ടിരുന്ന സമയം ഒരു സ്ത്രീ ഓടി വരുന്നതാണ് കണ്ടത്. വരുന്നതാരെന്ന് മനസ്സിലായില്ല. എന്തു പറ്റിയെന്ന് ചോദിച്ചു മുന്നോട്ട് ചെന്നപ്പോൾ കടുവ അലറിക്കൊണ്ട് വരുന്നതാണ് കണ്ടത്. ചേച്ചിയെ കടുവ പിടിച്ചെന്നാണ് കരുതിയത്. കടുവയെ കണ്ടപ്പോൾ ഞാൻ ഒച്ച വെച്ചു. ചേച്ചി ഒരു വശത്തേക്ക് ചാടിയപ്പോൾ ഞാൻ കടുവയുടെ മുന്നിലായി. പിന്നീട് വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു. സമീപത്തുണ്ടായിരുന്ന പൂച്ച കടുവയെ കണ്ടപ്പോൾ ഓടി. ആ പൂച്ചയെ ഓടിച്ച് കടുവ കുന്നിൻ മുകളിലേക്ക് കയറിപ്പോകുന്നതാണ് കണ്ടത്, ജോയി പറഞ്ഞു. സംഭവത്തിന് ശേഷം പ്രദേശവാസികൾ 1 മണിക്കൂറോളം റോഡ് ഉപരോധിച്ചു. പിന്നീട് വനപാലകർ സ്ഥലത്തെത്തി തിരഞ്ഞെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ചാലിഗദ്ധയിലെ കർഷകനായ അജിയെ കാട്ടാന ചവിട്ടിക്കൊന്നത്. അതിൻ്റെ ഭീതിയും ദുഃഖവും അകലും മുമ്പെയാണ് അജിയുടെ വീട്ടിൽ നിന്ന് ഏകദേശം 300 മീറ്റർ മാറി കടുവയെത്തിയത്. അജിയെ കൊന്ന ആനയെ മയക്കുവെടിവെച്ച് പിടിക്കാനായി വനംവകുപ്പ് തിരച്ചിൽ തുടങ്ങിയിട്ട് 5 ദിവസം പിന്നിട്ടിട്ടും ഇതുവരെ കണ്ടെത്താനായില്ല. ആന എത്തിയതിൻ്റെ പേടി മാറും മുമ്പ് കടുവ എത്തിയത് പ്രദേശവാസികളെ വല്ലാതെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. ഏതായാലും വന്യമൃഗശല്യത്തിനെതിരെ കേരള നിയമസഭ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ഇന്നലെ നിയമസഭ പാസ്സാക്കിയ പ്രമേയം ദീപിക കാര്യമായി കൊടുത്തിട്ടുമുണ്ട്. ദീപികയിൽ നിന്ന് ആ വാർത്ത വായിക്കാം. വന്യമൃഗശല്യത്തിനെതിരെ പ്രമേയം പാസ്സാക്കി നിയമസഭ. കൊല്ലാൻ അനുമതി വേണം. തിരുവനന്തപുരം. വനത്തിലും പുറത്തും പെറ്റുപെരുകുന്ന ഉപദ്രവകാരികളായ വന്യജീവികളെ ഉന്മൂലനം ചെയ്യുന്നതിന് അനുമതി നൽകും വിധം കേന്ദ്ര വന്യജീവി സംരക്ഷണ വകുപ്പിൻ്റെ 62ാം വകുപ്പിൽ ഭേദഗതി കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ 62ാം വകുപ്പിൽ ഭേദഗതി വരുത്താൻ തയ്യാറാകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് നിയമസഭ ഏകകണ്ഠമായി പ്രമേയം പാസാക്കി. സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും വന്യജീവികൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നതും മനുഷ്യജീവനും സ്വത്തിനും കൃഷിക്കും ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് വന്യമൃഗശല്യം കുറയ്ക്കുന്നതിന് കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്താൻ നിയമസഭ ഏകകണ്ഠമായി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്ന അക്രമകാരികളായ വന്യജീവികളെ നശിപ്പിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും തടസ്സങ്ങളാക്കുന്ന കർശന വ്യവസ്ഥകളടങ്ങിയ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമവും ചട്ടങ്ങളും നടപടിക്രമങ്ങളും ഉപദേശങ്ങളും മാനദണ്ഡങ്ങളും കാലാനുസൃതമായി ഭേദഗതി വരുത്തണം. ജനങ്ങൾക്ക് ജനവാസ മേഖലകളിൽ ഭീതി കൂടാതെ സമാധാനപരമായി ജീവിക്കുന്നതിനുള്ള സാഹചര്യം നിലനിർത്തേണ്ടതുണ്ട്. പ്രതിപക്ഷ അംഗങ്ങളുടെ ചില നിർദ്ദേശങ്ങൾ കൂടി കണക്കിലെടുത്തുള്ള പ്രമേയമാണ് കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയ്ക്ക് അയച്ചത്. അതിലെ പ്രധാനപ്പെട്ട മറ്റു നിർദ്ദേശങ്ങൾ ഇവയാണ്. 1. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലെ 11(1)(a) വകുപ്പ് പ്രകാരം വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി ജനങ്ങളുടെ സ്വത്തിനും
ജീവനും ഭീഷണി ഉയർത്തിയാൽ നിയമപ്രകാരം രൂപീകരിച്ച ഉന്നതാധികാര സമിതി ചേർന്ന് ഇവയെ മയക്കുവെടിവെച്ച് പിടിക്കാനുള്ള ഉത്തരവിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് അധികാരം നൽകിയിട്ടുള്ളത്. എന്നാൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ സാധ്യമാകുന്ന വിധം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർമാർക്ക് അധികാരം ഏൽപ്പിച്ചു നൽകുന്നതിനായി വകുപ്പ് 5(2) ഉൾപ്പെടെ ഭേദഗതി വരുത്തണം. 2. വകുപ്പ് 11(1)(a)യിലെ ക്ലിപ്ത നിബന്ധനകളിലെയും വിശദീകരണങ്ങളിലെയും നടപടിക്രമങ്ങളും വന്യജീവി നിയമത്തിന് കീഴിൽ പുറപ്പെടുവിച്ച ചട്ടങ്ങളും നടപടിക്രമങ്ങളും ഉപദേശങ്ങളും മാനദണ്ഡങ്ങളും ലഘൂകരിക്കണം. ആവശ്യമായ പ്രായോഗിക വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി കേന്ദ്ര നിയമം കാലാനുസൃതമായി ഭേദഗതി ചെയ്ത് വന്യജീവി ആക്രമണം തടയുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കണം. 3. കാട്ടുപന്നിയെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ 62-ാം വകുപ്പ് പ്രകാരം ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണം. 4. വന്യമൃഗങ്ങളുടെ എണ്ണം ക്രമാതീതമായി പെരുകുന്നത് തടയാൻ അവയുടെ പ്രജനനത്തിന് നിയന്ത്രണം കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും സഭ ഐകകണ്ഠേന കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മഞ്ഞളാംകുഴി അലി, ടി സിദ്ദീഖ്, സജി ജോസഫ്, സണ്ണി ജോസഫ്, IC ബാലകൃഷ്ണൻ എന്നിവർ ഭേദഗതികൾ നിർദ്ദേശിച്ചു. ഇതിൻ്റെ ചർച്ചയ്ക്കിടയിലല്ല, ഇത് പാസ്സായി കഴിഞ്ഞ ശേഷം കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രമേയത്തെ പരിഹസിക്കുകയാണ് ചെയ്തത്. പ്രമേയത്തെ പരിഹസിച്ച് വി മുരളീധരൻ എന്നൊരു തലക്കെട്ടിൽ ഇതോടുകൂടി തന്നെ മാധ്യമം ദീപിക ഈ വാർത്ത നൽകിയിട്ടുണ്ട്. പ്രമേയത്തെ പരിഹസിച്ച് വി മുരളീധരൻ. തിരുവനന്തപുരം. ഉപദ്രവകാരികളായ വന്യജീവികളെ ഉന്മൂലനം ചെയ്യാൻ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി ചെയ്യണമെന്ന പ്രമേയം പാസാക്കിയതിനെ പരിഹസിച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ആനയെയും കടുവയെയും മോദി ഇറക്കിവിട്ടതാണെന്ന് പ്രമേയം പാസാക്കാത്തത് ഭാഗ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ അരി കിട്ടാതായാലും പെൻഷൻ മുടങ്ങിയാൽ ആനയും കടുവയും ഇറങ്ങിയാൽ എന്തിനും മോദിയെ പഴിചാരാൻ അപാര തൊലിക്കെട്ടി വേണം. എന്തിനാണ് ഇങ്ങനെയൊരു വനം മന്ത്രിയും വനം വകുപ്പും ഭരണത്തിലിരിക്കുന്നതെന്നും വി മുരളീധരൻ ചോദിച്ചു. കേന്ദ്രമന്ത്രിക്ക് കേന്ദ്ര നിയമങ്ങൾ അറിയാത്തത് കൊണ്ടാണോ എന്തോ. അതിരിക്കട്ടെ, കോഴിക്കോട് ജില്ലയിൽ നിന്ന് 2 വാർത്തകളുണ്ട്. 2 വാർത്തകളും ശ്രദ്ധേയമാണ്. ഒന്ന്, വീട് നിർമ്മാണത്തിനിടെ സൺഷെയ്ഡ് തകർന്നു വീണ് 2 പേർ മരിച്ചു എന്നതാണ്. നാദാപുരത്തിനടുത്ത വളയത്ത് നിന്ന്. നാദാപുരത്തിന് സമീപം, ആ വാർത്ത മാതൃഭൂമിയിൽ നിന്നാണ് വായിക്കുന്നത്. നാദാപുരത്തിന് സമീപം വളയത്ത് നിർമ്മാണത്തിലിരിക്കുന്ന വീടിൻ്റെ സൺഷെയ്ഡ് തകർന്നു വീണ് 2 തൊഴിലാളികൾ മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. വളയം മാരാങ്കണ്ടി സ്വദേശികളായ ആലിച്ചേരിക്കണ്ടി വിഷ്ണു 30, കൊമ്മാട്ടുപൊയിൽ നവജിത്ത് 32 എന്നിവരാണ് മരിച്ചത്. കുറുവന്തേരിയിലെ മാവിലേൻ്റെ അവിടെ രജിൽ 35, മാരാംകണ്ടിയിലെ ചാലി ലിഗേഷ് 40 എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മരണപ്പെട്ട നവജിത്തിൻ്റെ സഹോദരൻ മാരാംകണ്ടിയിലെ കൊമ്മാട്ടുപൊയിൽ ശ്രീബേഷിൻ്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീടിൻ്റെ 2ാം നിലയിലെ കോൺക്രീറ്റ് സ്ലാബാണ് തകർന്നു വീണത്. ബുധനാഴ്ച രാവിലെ 9ഓടെയാണ് അപകടം. 2ാം നിലയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് വാർത്ത സൺഷെയ്ഡിന് തൊട്ടുതാഴെ തേപ്പ് പണി നടത്തുകയായിരുന്നു 3 പേർ. ഒരാൾ സൺഷെയ്ഡിന് മുകളിൽ കയറി നിന്ന് സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നതിനിടെയാണ് 10 മീറ്ററോളം നീളമുള്ള സൺഷെയ്ഡ് തകർന്ന് താഴേക്ക് പതിച്ചത്. താഴെയുള്ള 3 പേരും സൺഷെയ്ഡിന് മുകളിൽ നിന്നയാളും താഴേക്ക് പതിച്ചു. വിഷ്ണു കോൺക്രീറ്റ് സ്ലാബിനയിൽ അടിയിൽ കുടുങ്ങി. അരമണിക്കൂറിന് ശേഷമാണ് പുറത്തെടുക്കാനായത്. വീഴ്ചയിൽ ഗുരുതര പരിക്കേറ്റ നവജിത്തിനെ വളയം കമ്മ്യൂണിറ്റി സെൻറ്ററിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സൺഷെയ്ഡ് വാർത്തതിലെ അപാകമാണ് അപകടത്തിനിടയാക്കിയതെന്ന് സംശയിക്കുന്നു. പരേതനായ ആലിച്ചേരിക്കണ്ടി കുമാരൻ്റെ മകനാണ് വിഷ്ണു. അമ്മ രമാദേവി. നഷ്ടമായത് 2 കുടുംബങ്ങളുടെ ആശ്രയം. വിഷ്ണുവിൻ്റെയും നവജിത്തിൻ്റെയും മരണത്തോടെ നഷ്ടപ്പെട്ടത് 2 കുടുംബങ്ങളുടെ ആശ്രയം. പിതാവിൻ്റെ മരണശേഷം 2 സഹോദരിമാരും അമ്മയും അടങ്ങുന്ന കുടുംബം പുലർത്തിയിരുന്നത് ആലിച്ചേരിക്കണ്ടി വിഷ്ണുവാണ്. സ്വന്തമായി വീട് വെച്ചതിന് ശേഷം വിവാഹത്തിനുള്ള ഒരുക്കത്തിലായിരുന്നു. നാട്ടിലെ എല്ലാ പൊതുപ്രവർത്തനത്തിലും വിഷ്ണു സജീവ സാന്നിധ്യമായിരുന്നു. ഭാര്യയും 2 മക്കളും അടങ്ങുന്നതാണ് നവജിത്തിൻ്റെ കുടുംബം. ഭാര്യയുടെ 2ാമത്തെ പ്രസവം കഴിഞ്ഞ് 3 മാസം തികയാനിരിക്കെയാണ് നവജിത്തിൻ്റെ വിയോഗം. അടുത്തിടെ അപകടത്തിൽ കാലിന് പരിക്കേറ്റ ശേഷം ചികിത്സയിലായിരുന്നു നവജിത്ത്. അശാസ്ത്രീയമായ സൺഷെയ്ഡ് നിർമ്മാണമാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. വീടിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് നിർമ്മിച്ച കോൺക്രീറ്റ് സ്ലാബിന് ഒരുവിധ പിടുത്തവും ഉണ്ടായിരുന്നില്ല. മേൽക്കൂരയിലെ വാർപ്പിന് മുകളിൽ ഒറ്റവരി കല്ലിലാണ് കോൺക്രീറ്റ് സ്ലാബ് വാർത്തത്. അതിനു മുകളിൽ ഒരാൾ കയറി നിന്നതോടെ താഴേക്ക് പതിക്കുകയായിരുന്നു. വളയം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അരുൺകുമാറിൻ്റെ നേതൃത്വത്തിൽ വീട്ടിൽ പരിശോധന നടത്തി. വളയം SI വിനീത് വിജയൻ്റെ നേതൃത്വത്തിൽ വളയം പോലീസും സ്ഥലത്തെത്തി. അശാസ്ത്രീയമായ നിർമ്മാണവും സാങ്കേതിക വിദഗ്ധരുടെ മേൽനോട്ടമില്ലായ്മയുമാണ് വളയത്തെ അപകടത്തിന് കാരണമെന്ന്
ലെൻസ്ഫെഡ് വടകര ഏരിയ സെക്രട്ടറി ചൂണ്ടിക്കാട്ടി. അതിനിടയിൽ തൊട്ടടുത്ത സ്ഥലത്ത് കുറ്റ്യാടിയിൽ നെടുമണ്ണൂർ സ്കൂളിൽ ഗണപതി ഹോമം നടന്നിട്ടുണ്ട്. അത് സംബന്ധിച്ചൊരു വിവാദവുമുണ്ട്. കുറ്റ്യാടി മാതൃഭൂമിയിൽ നിന്ന് തന്നെയാണ് ആ വാർത്ത. ഗണപതി ഹോമം നടക്കുന്നതിൻ്റെ ചിത്രവുമുണ്ട്. കുറ്റ്യാടി കായക്കൊടി നെടുമണ്ണൂർ LP സ്കൂളിൽ ഗണപതി ഹോമം നടത്തിയതിന് ചൊല്ലി വിവാദവും പ്രതിഷേധവും. സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മാനേജ്മെൻറ്റിൽ നിന്ന് വിശദീകരണം തേടി. മാനേജ്മെൻറ്റ് സ്കൂളാണ്. ചൊവ്വാഴ്ച രാത്രിയാണ് സ്കൂൾ മാനേജറുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ 4 പൂജാരിമാർ പ്രധാന അധ്യാപകയുടെ ഓഫീസ് മുറിയിലും മറ്റൊരു ക്ലാസ് മുറിയിലും ഗണപതി ഹോമം നടത്തിയത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട CPM പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെയാണ് സംഭവം വിവാദമായത്. 4 പൂജാരിമാർക്കൊപ്പം മാനേജറും ബന്ധുക്കളും സ്കൂളിലെ അധ്യാപികയും ഒരു PTI അംഗവും ഉണ്ടായിരുന്നതായാണ് CPM ആരോപണം. രാത്രി 11 മണിയോടെ സ്കൂളിന് മുന്നിൽ പ്രതിഷേധം ശക്തമായതോടെ തൊട്ടിൽപ്പാലം പോലീസ് സ്ഥലത്തെത്തി പൂജയ്ക്ക് നേതൃത്വം നൽകിയവരെ കസ്റ്റഡിയിലെടുത്ത് മാറ്റി. അതോടെ പ്രതിഷേധം അവസാനിച്ചെങ്കിലും ബുധനാഴ്ച രാവിലെ പ്രതിഷേധം തുടർന്നു. സ്കൂളിലേക്ക് DYFI, CPM, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, SFI പ്രവർത്തകർ മാർച്ച് നടത്തി. പൂജയ്ക്ക് നേതൃത്വം നൽകിയ മാനേജ്മെൻറ്റിനും പങ്കെടുത്ത അധ്യാപകർക്കുമെതിരെ നടപടി സ്വീകരിച്ചാൽ മാത്രമേ സ്കൂൾ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കൂ എന്ന് CPMൻ്റെ നേതൃത്വത്തിലുള്ള സമരസമിതി വ്യക്തമാക്കി. വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ C. മനോജ് കുമാർ മാനേജ്മെൻറ്റിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ബുധനാഴ്ച അദ്ദേഹം സ്കൂൾ സന്ദർശിച്ചു. വ്യാഴാഴ്ച ഈ വിഷയത്തിൽ രാഷ്ട്രീയ പ്രതിനിധികൾ, നാട്ടുകാർ, സ്കൂൾ അധികൃതർ എന്നിവരുൾപ്പെടെയുള്ള ചർച്ച നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സ്കൂൾ കെട്ടിടം അടുത്തിടെ നവീകരിച്ചതാണെന്നും അതേ തുടർന്ന് സ്കൂൾ സമയം കഴിഞ്ഞ ശേഷം വിശ്വാസത്തിൻ്റെ ഭാഗമായാണ് ഗണപതി ഹോമം നടത്തിയതെന്നും സ്കൂൾ മാനേജർ PP അരുണയും കുടുംബവും പ്രതികരിച്ചു. മഹാനവമിയുടെ ഭാഗമായി സ്കൂളിൽ എല്ലാ വർഷവും പൂജ നടത്താറുണ്ട്. ഈ വർഷം അത് സാധിച്ചില്ല. ഇതുകൂടി കണക്കിലെടുത്താണ് ഗണപതി ഹോമം നടത്തിയതെന്നും മാനേജർ വ്യക്തമാക്കി. ഒരു തിരഞ്ഞെടുപ്പിൻ്റെ അനന്തരഫലങ്ങൾ അറിയാനുണ്ടല്ലോ പാകിസ്ഥാനിൽ നിന്ന്. ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് ഷഹബാസ് ഷെരീഫ് മുഖ്യമന്ത്രിയാവും എന്നാണ്. നവാസ് ഷെരീഫിന് മുഖ്യമന്ത്രി ആവാൻ മാത്രമുള്ള ഭൂരിപക്ഷം ആയിട്ടില്ല. അതുകൊണ്ട് അനുജനെ തൽക്കാലത്തേക്ക് പ്രധാനമന്ത്രിയാക്കുമെന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ വാർത്ത സിറാജിൽ നിന്ന് വായിക്കാം. ഷഹബാസ് ഷെരീഫ് വീണ്ടും പ്രധാനമന്ത്രിയാകും. നിർദ്ദേശിച്ചത് നവാസ് ഷെരീഫ്. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി പുറത്തുനിന്ന് പിന്തുണക്കും. ഇസ്ലാമാബാദ്. പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് ഷെരീഫ് പ്രസിഡന്റ് ഷഹബാസ് ഷെരീഫിനെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്തു. പാകിസ്ഥാൻ മുസ്ലിം ലീഗ് മുതിർന്ന നേതാവ് നവാസ് ഷെരീഫാണ് ഇളയ സഹോദരൻ ഷഹബാസിനെ നിർദ്ദേശിച്ചത്. മകൾ മറിയം നവാസിനെ പഞ്ചാബ് പ്രവിശ്യ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്തതായി പാർട്ടി വക്താവ് മറിയം ഔറംഗസേബ് എക്സിൽ കുറിച്ചു. 2022 ഏപ്രിൽ മുതൽ 2023 ആഗസ്റ്റ് വരെ പാകിസ്ഥാൻ്റെ 23ാമത് പ്രധാനമന്ത്രിയായി നേരത്തെ ഷഹബാസ് ഷെരീഫ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സർക്കാർ രൂപവൽക്കരണത്തിന് പിന്തുണച്ച രാഷ്ട്രീയ കക്ഷികൾക്ക് നവാസ് ഷെരീഫ് നന്ദി പറഞ്ഞു. ഈ തീരുമാനത്തിലൂടെ രാജ്യം പ്രതിസന്ധികളിൽ നിന്ന് കരകയറുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ സർക്കാരിൻ്റെ ഭാഗമാകാതെ പിന്തുണ നൽകുമെന്ന് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ ഭൂട്ടോ അറിയിച്ചു. നേരത്തെ പ്രധാനമന്ത്രി പദത്തിന് ശ്രമം നടത്തിയ ഭൂട്ടോ അതിൽ നിന്ന് പിന്മാറ്റം പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രിയാകാനുള്ള മത്സരത്തിന് താനില്ല. രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിരത ഉറപ്പുവരുത്താൻ നവാസ് ഷെരീഫിനെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും പിന്തുണക്കും. രാജ്യത്തെ രാഷ്ട്രീയ അരാജകത്വം കാണാൻ ആഗ്രഹിക്കുന്നില്ല. രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് അറുതി വരുത്താനാണ് താൻ ശ്രമിക്കുന്നതെന്നും ബിലാവൽ ഭൂട്ടോ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതേസമയം ജനങ്ങൾക്ക് അനുകൂലമായ ജനവിധി പാതിരാത്രിയിൽ അട്ടിമറിച്ചുവെന്ന് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ്റെ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് ആരോപിച്ചു. മറ്റൊരു തെരഞ്ഞെടുപ്പ് വാർത്ത കൂടിയുണ്ട്. ഇന്തോനേഷ്യയിൽ നിന്നാണ്. ഇന്തോനേഷ്യ സുപ്രഭാതത്തിൽ നിന്ന് ആ വാർത്ത വായിക്കാം. ഇന്തോനേഷ്യ പ്രബോവോ അധികാരത്തിലേക്ക്. ജക്കാർത്ത. ഇന്തോനേഷ്യയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിരോധ മന്ത്രി പ്രബോവോ സുബിയാന്തോ ബഹുദൂരം മുന്നിൽ. പ്രാഥമിക ഫലസൂചനകൾ പ്രകാരം പ്രബോവോ 58% വോട്ടുകൾ നേടിയതായാണ് റിപ്പോർട്ടുകൾ. 20 കോടിയിലേറെ പേർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോക്കോ വിദോദയ്ക്ക് പകരക്കാരനെ കണ്ടെത്താനാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. വോട്ടെണ്ണൽ രാത്രി വൈകിയും തുടരുന്നതിനിടെ വിജയം അവകാശപ്പെട്ട പ്രബോവോ രംഗത്തെത്തി. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചെന്നും അവസാന ഫലങ്ങൾ ഔദ്യോഗികമായി പുറത്തുവരുന്നതുവരെ കാത്തിരിക്കണമെന്നും അദ്ദേഹം അനുയായികളോട് അഭ്യർത്ഥിച്ചു. രാജ്യത്തെ വികസനത്തിലേക്കും പുരോഗതിയിലേക്കും നയിക്കുന്നതിന് താൻ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രബോവോ കൂട്ടിച്ചേർത്തു. നേരത്തെ 2 തവണ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നു. ഇന്തോനേഷ്യൻ പാർട്ടി ഓഫ് സ്ട്രഗിൾ PDIP പ്രതിനിധി ഗഞ്ചാർ പ്രണാവോ, സ്വതന്ത്രൻ അനീസ് ബസേദൻ എന്നിവരാണ് പ്രതിയോഗികൾ.
കേരള കൗമുദിയിൽ നിന്ന് ഒരു കഥകളി വാർത്തയുണ്ട്. കഥകളിയെ സ്നേഹിച്ച മുഹമ്മദ് അലിക്ക് 49-ാം വയസ്സിൽ ശ്രീകൃഷ്ണനായി അരങ്ങേറ്റം. കേരള കൗമുദി 1-ാം പേജിൽ തന്നെ ആ വാർത്ത വിന്യസിച്ചിട്ടുണ്ട്. കൃഷ്ണദാസ് കൃപയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മണ്ണാർക്കാട് നിന്ന് ബാല്യകാലം മുതൽ കഥകളിയെ സ്നേഹിച്ച മുഹമ്മദ് അലിക്ക് 49-ാം വയസ്സിൽ അരങ്ങേറ്റം. അത് ശ്രീകൃഷ്ണ വേഷത്തിലായത് മതേതര കേരളത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയായി. മണ്ണാർക്കാട് പള്ളിക്കുറിപ്പ് സ്വദേശിയാണ് മുഹമ്മദ് അലി മാസ്റ്റർ. കഥകളിയോട് വല്ലാത്തൊരു ആരാധനയായിരുന്നു കുട്ടിക്കാലം മുതൽ. അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ എങ്ങനെയോ വന്നു എന്നുത്തരം. എവിടെ കഥകളി നടന്നാലും കാണാൻ മുഹമ്മദ് അലി എത്തും. വളരും തോറും കഥകളിയോടുള്ള ആരാധന കൂടി. വിദ്യാഭ്യാസ കാലം കഴിഞ്ഞ് ഹൈസ്കൂളിൽ കെമിസ്ട്രി അധ്യാപകനായി മാറിയപ്പോഴും കഥകളി മോഹം അടങ്ങിയില്ല. അങ്ങനെ ഇരിക്കെയാണ് കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമത്തിലെ മാനേജിംഗ് ട്രസ്റ്റി കലാമണ്ഡലം വെങ്കിട്ടരാമനോട് തൻ്റെ ആഗ്രഹം പങ്കുവച്ചത്. മുഹമ്മദ് അലിയുടെ വാക്കുകളിൽ നിന്ന് കഥകളിയോടുള്ള അഭിനിവേശം വെങ്കിട്ടരാമൻ തിരിച്ചറിഞ്ഞു. സാമൂഹിക പശ്ചാത്തലം ഉൾപ്പെടെയുള്ള ചില പരിമിതികൾ പങ്കുവച്ച മുഹമ്മദ് അലിക്ക് ആത്മവിശ്വാസം നൽകിയ വെങ്കിട്ടരാമൻ തൻ്റെ ശിഷ്യത്വവും നൽകി. പ്രായം കൊണ്ട് ശരീരം വഴങ്ങുമോ എന്ന് പലരും ആശങ്ക പ്രകടിപ്പിച്ചെങ്കിലും മുഹമ്മദ് അലിയുടെ അടങ്ങാത്ത ആഗ്രഹത്തിന് മുന്നിൽ അതെല്ലാം വഴിമാറി. കഴിഞ്ഞ ദിവസം പാലക്കാട് ചെമ്പൈ സ്മാരക സംഗീത കോളേജിൽ കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമം അവതരിപ്പിച്ച പരിപാടിയിലാണ് ശ്രീകൃഷ്ണ വേഷത്തിൽ ആഗ്രഹം സാക്ഷാത്കരിച്ചത്. കൈമൈ മറന്ന് മുഹമ്മദ് അലി തൻ്റെ വേഷം ഗംഭീരമാക്കിയപ്പോൾ സദസ്സിൽ നിറഞ്ഞ ഹർഷാരവം. വേഷം ആടിത്തീർത്തപ്പോൾ മുഹമ്മദ് അലിയുടെ കണ്ണു നിറഞ്ഞിരുന്നു. തൻ്റെ ശിഷ്യനെക്കുറിച്ച് പറയാൻ ആശാനും 100 നാവാണ്. മണ്ണാർക്കാട് കല്ലടി ഹൈസ്കൂളിലെ അധ്യാപകനായ മുഹമ്മദ് അലി നിലവിൽ മണ്ണാർക്കാട് BRC ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്ററായി. ആയുർവേദ ഡയറക്ടറായ ഭാര്യ അസ്മ ബിയും മക്കളും അടുത്ത സുഹൃത്തുക്കളുമെല്ലാം അരങ്ങേറ്റം കാണാനെത്തിയിരുന്നു. കഥകളിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ഗവേഷണം നടത്താനുമാണ് ആഗ്രഹമെന്നും മുഹമ്മദ് അലി പറഞ്ഞു. സംഗതിയൊക്കെ ശരിയാണ്. കേരള കൗമുദിയുടെ ഈ വാർത്തയിൽ കാണുന്ന സാമൂഹിക പശ്ചാത്തലം ഉൾപ്പെടെയുള്ള ചില പരിമിതികൾ എന്താണ് എന്ന് മാത്രം മനസ്സിലാവുന്നില്ല. കലാമണ്ഡലം ഹൈദരലിയൊക്കെ കടന്നുപോയ കേരളത്തിൽ ഇപ്പോഴും സാമൂഹിക പശ്ചാത്തലം ഒരു പരിമിതിയായി കാണുന്നുണ്ടെങ്കിൽ അത് കുറച്ച് കഷ്ടമാണ്. മാധ്യമത്തിൻ്റെ അവസാന പേജിന് അവരൊരു കൂൾ സ്പേസ് ആയിട്ടാണ് കാണുന്നത്. കൂൾ സ്പേസ് എന്നൊരു പങ്ക്തി തന്നെ. ആ പങ്ക്തിയിൽ ഇന്നൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. ഇന്ദ്രാണി മുഖർജിയുടെ ജീവിതത്തെ ആസ്ഥാനമാക്കിയുള്ള ഡോക്യുമെൻ്ററി ഈ മാസം 23-ന് പുറത്തിറങ്ങും എന്നതാണത്. കുഴിച്ചു മൂടപ്പെട്ട ആ രഹസ്യം എന്തായിരുന്നു എന്ന തലക്കെട്ടിൽ ആ വാർത്ത ഇങ്ങനെ. വാർത്തയല്ല, ഒരു കുറിപ്പ്. ഓർമ്മയില്ലേ ഇന്ദ്രാണി മുഖർജിയെ? INX മീഡിയ കമ്പനി മുൻ മേധാവിയായിരുന്ന ഇന്ദ്രാണി മുഖർജി വാർത്തകളിൽ നിറയുന്നത് സ്വന്തം മകൾ ഷീന ബോറയെ കൊലപ്പെടുത്തിയ വാർത്ത അപ്രതീക്ഷിതമായി പുറം ലോകം അറിയുന്നതോടെയാണ്. 7 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം 2022-ൽ ജാമ്യം ലഭിച്ചപ്പോൾ മുംബൈയിൽ കഴിയുന്ന ഇന്ദ്രാണിയുടെ ജീവിതത്തെ ആസ്പദമാക്കി ഒരു ഡോക്യുമെൻ്ററി പുറത്തു വരികയാണ്. ദ ഇന്ദ്രാണി മുഖർജി സ്റ്റോറി ബറീഡ് ട്രൂത്ത് എന്ന ഡോക്യുമെൻ്ററി നെറ്റ്ഫ്ലിക്സാണ് സംപ്രേഷണം ചെയ്യുന്നത്. ഫെബ്രുവരി 23-ന് പുറത്തിറങ്ങുന്ന ചിത്രത്തിൻ്റെ ടീസർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി. നിഗൂഢമായ കൊലപാതകത്തിൻ്റെ പല രഹസ്യങ്ങളും ചിത്രങ്ങളിലൂടെ പുറത്തു വരുമെന്നാണ് കരുതുന്നത്. ഇന്ദ്രാണിയുടെ ആദ്യ വിവാഹത്തിലെ മകളായിരുന്നു ഷീന ബോറ. പിന്നീട് പീറ്റർ എന്നയാളെ വിവാഹം ചെയ്ത ശേഷം ഷീന സഹോദരിയാണെന്നാണ് ഇന്ദ്രാണി പുറത്തു പറഞ്ഞിരുന്നത്. പീറ്ററിൻ്റെ ആദ്യ വിവാഹത്തിലെ മകൻ രാഹുലുമായി ഷീന പ്രണയത്തിലായതോടെയാണ് കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. ഇന്ദ്രാണിയോട് ഷീന സ്വത്ത് ആവശ്യപ്പെട്ടെന്നും തന്നില്ലെങ്കിൽ രഹസ്യങ്ങൾ പുറത്തുവിടുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതാണ് കൊലയ്ക്ക് പ്രേരിപ്പിച്ചതെന്നാണ് നിഗമനം. പെട്ടെന്നൊരു ദിവസം ഷീനയെ കാണാതാവുകയായിരുന്നു. 2012-ൽ ഷീന US-ലേക്ക് പോയെന്നാണ് ഇന്ദ്രാണി എല്ലാവരോടും പറഞ്ഞത്. എന്നാൽ 2015-ൽ ഇന്ദ്രാണിയുടെ ഡ്രൈവറായ ശ്യാംവർ റോയ് മറ്റൊരു കേസിൽ അറസ്റ്റിലായതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. താൻ ഓടിച്ച കാറിൽ വെച്ചാണ് ഷീനയെ ശ്വാസം മുട്ടിച്ച് കൊന്നതെന്ന് മൊഴി നൽകിയതോടെ അന്വേഷണമായി. ഇതിനിടയിൽ പീറ്ററുമായി ഇന്ദ്രാണി പിരിഞ്ഞിരുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇന്ദ്രാണി അകത്തായി. മുൻ ഭർത്താക്കന്മാരും കേസിൽ പ്രതികളാണ്. ഇതേസമയം കേട്ട കഥകളിൽ നിന്ന് വ്യത്യസ്തമായ പല ഉപകഥകളും ഇതിനിടയിൽ വന്നു. മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അവകാശപ്പെട്ട് ഇന്ദ്രാണി ജയിലിൽ വെച്ച് CBI ഡയറക്ടർക്ക് അയച്ച കത്ത് വലിയ വാർത്തയായിരുന്നു. അതേസമയം ഷീനയുടെ മരണം സ്ഥിരീകരിക്കാൻ തക്ക തെളിവുകൾ CBIയുടെ കയ്യിലുണ്ടോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടുകയാണ് ബറീഡ് ട്രൂത്ത് എന്ന ഡോക്യു സീരീസ്. ഷാന ലെവി, ഉറാസ് ബാൽ എന്നിവരാണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്.
അതങ്ങനെയൊരു കഥ. അതിനിടയിൽ തുടക്കത്തിൽ പറഞ്ഞല്ലോ വിലക്കയറ്റത്തിൻ്റെ കാര്യം. പൊതുവിതരണ സംവിധാനത്തിന്, അതായത് പ്രത്യേകിച്ച് സപ്ലൈകോക്കുള്ള സബ്സിഡി കുറച്ചതോടുകൂടി 13 നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടും എന്ന വാർത്ത എല്ലാ പത്രങ്ങളും കൊടുത്തിട്ടുണ്ടെങ്കിൽ ദേശാഭിമാനി വില നിയന്ത്രണത്തിൽ ഇടപെടൽ എന്നാണ് അത് വാർത്തയാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ ദേശാഭിമാനിയുടെ വാർത്ത വില നിയന്ത്രണത്തിന് ഇടപെടലുണ്ടെന്ന്. പൊതുവിതരണത്തിന് 2001 കോടി രൂപ നീക്കിവെച്ചതായും ദേശാഭിമാനി പറയുന്നുണ്ട്. കേന്ദ്രം സൃഷ്ടിക്കുന്ന സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും പൊതുവിതരണ മേഖലയെ ശക്തിപ്പെടുത്താനും വില നിയന്ത്രിക്കാനും ശക്തമായ നടപടിയുമായി സംസ്ഥാന സർക്കാർ എന്നാണ് ദേശാഭിമാനിയുടെ ലീഡ്. പൊതുവിതരണ സംവിധാനത്തിലുള്ള ബജറ്റ് വിഹിതം 2001 കോടി രൂപയായി ഉയർത്തി. നിയമസഭയിൽ ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറയവെയാണ് ധനമന്ത്രി ബാലഗോപാലനാണ് പ്രഖ്യാപനം നടത്തിയത്. അങ്ങനെ ദേശാഭിമാനി നിയമസഭയിലേക്ക് നോക്കി പൊതുവിതരണത്തിന് 2001 കോടി രൂപ മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ മറ്റു പത്രങ്ങൾ മന്ത്രിസഭയിലേക്ക് നോക്കിയാണ് സപ്ലൈകോസ്കിൽ സബ്സിഡി നിർത്തലാക്കാൻ തീരുമാനിച്ചുവെന്നും അതുകൊണ്ട് വില കൂടുമെന്നും പറയുന്നത്. അതും പോട്ടെ, നവകേരള സദസ്സിൻ്റെ തുടർച്ച വരികയാണ്. അതിൻ്റെ വിശദമായ വിവരം ദേശാഭിമാനിയിലുണ്ട്. വിദ്യാർത്ഥികളുമായി മുഖാമുഖം, സംസ്ഥാനത്തെ എല്ലാ കോളേജുകളിൽ നിന്നും പ്രതിനിധികൾ. നവകേരള സദസ്സിൻ്റെ തുടർച്ച ആരംഭിക്കുന്നത് ഈ 18-ാം തീയതി കോഴിക്കോട് നിന്നാണ്. അതിനെക്കുറിച്ചാണ് ദേശാഭിമാനിയുടെ വാർത്ത. കോഴിക്കോട് നവകേരള സദസ്സിൻ്റെ തുടർച്ചയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ 18-ന് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നടത്തുന്ന മുഖാമുഖം പരിപാടിയിൽ സംസ്ഥാനത്തെ എല്ലാ കോളേജുകളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. സർവകലാശാലകൾ, മെഡിക്കൽ കോളേജുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, കേരള കലാമണ്ഡലം, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നും പാഠ്യേതര മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകൾ, യൂണിയൻ ഭാരവാഹികൾ തുടങ്ങി 2000 വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുക. മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ സജ്ജമാക്കുന്ന വേദിയിൽ രാവിലെ 9:30 മുതൽ പകൽ 1 വരെയാണ് മുഖാമുഖം. നവകേരള സൃഷ്ടിക്കായുള്ള വിദ്യാർത്ഥികളുടെ ആശയങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റം, പുതിയ മുന്നേറ്റം, വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം തുടങ്ങിയ വിഷയങ്ങൾ മുഖാമുഖത്തിൽ ചർച്ച ചെയ്യാം. വിദ്യാർത്ഥികൾക്ക് മുഖ്യമന്ത്രിയോട് നേരിട്ട് ആശയവിനിമയം നടത്താൻ കഴിയും. മന്ത്രിമാരായ ഡോക്ടർ ആർ ബിന്ദു, വീണ ജോർജ്, PA മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, സർവകലാശാല VC-മാർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രഗത്ഭർ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി, കലക്ടർ, കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ വകുപ്പ് മേധാവി, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ, ആരോഗ്യ വകുപ്പ് സെക്രട്ടറി തുടങ്ങിയവരും പങ്കെടുക്കും. മുഖാമുഖത്തിനായി വിപുലമായ ഒരുക്കമാണ് സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നത്. പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴി പൂർത്തിയായി. അപ്പോൾ തിരഞ്ഞെടുത്ത ആളുകൾ മാത്രമേ വരികയുള്ളൂ. സ്വാഭാവികമായും ചോദ്യങ്ങളും തിരഞ്ഞെടുത്തത് മാത്രമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. തിരഞ്ഞെടുത്ത് നേരത്തെ സമർപ്പിച്ച ചോദ്യങ്ങളായിരിക്കും. ഏതായാലും കാത്തിരുന്നു കാണാം. അതിനിടെ ഒരു കോടതി വാർത്ത, മുംബൈയിൽ നിന്നുള്ളൊരു കോടതി വാർത്ത മംഗളം നൽകിയിട്ടുണ്ട്. അതൊരു പരാതിക്കാരിയോട് കോടതി പറഞ്ഞതാണ്. ഭർത്താവ് അമ്മയ്ക്ക് വേണ്ടി പണവും സമയവും ചെലവഴിക്കുന്നത് ഗാർഹിക പീഡനമായി കാണേണ്ടതില്ല എന്ന്. മുംബൈ: ഒരു പുരുഷൻ തൻ്റെ അമ്മയ്ക്ക് വേണ്ടി സമയവും പണവും ചെലവഴിക്കുന്നത് ഗാർഹിക പീഡനമായി കാണാൻ കഴിയില്ലെന്ന് കോടതി. ഭർത്താവിനും ഭർത്തൃമാതാപിതാക്കൾക്കുമെതിരെ സ്ത്രീ നൽകിയ പരാതി തള്ളിക്കൊണ്ടാണ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ആശിഷ് അയാച്ചിത്തിൻ്റെ ഉത്തരവ്. മഹാരാഷ്ട്ര സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥയായ വനിതയാണ് ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകൾക്കുള്ള സംരക്ഷണ നിയമപ്രകാരം സംരക്ഷണവും നഷ്ടപരിഹാരവും തേടി കോടതിയെ സമീപിച്ചത്. ഭർത്താവിൻ്റെ വീട്ടിലെ മറ്റുള്ളവരും തന്നെ ഉപദ്രവിക്കുന്നതായും ഭർത്തൃമാതാവിൻ്റെ മാനസിക പ്രശ്നങ്ങൾ മറച്ചുവെച്ചുകൊണ്ടാണ് തന്നെ വിവാഹം കഴിച്ചതെന്നും ആരോപിച്ചാണ് പരാതി. പരാതിക്കാരിയുടെ ഭർത്താവ് 1993 മുതൽ 2004 വരെ ജോലിക്കായി വിദേശത്തായിരുന്നു. അവധിക്ക് നാട്ടിൽ വരുമ്പോഴെല്ലാം ഭർത്താവ് അമ്മയെ സന്ദർശിക്കാറുണ്ടെന്നും എല്ലാ വർഷവും അവർക്ക് 10,000 രൂപ നൽകാറുണ്ടെന്നും പരാതിയിൽ പറയുന്നു. അമ്മയുടെ നേത്ര ശസ്ത്രക്രിയക്കായി പണം നൽകിയെന്നും പറയുന്നു. കേസ് നീണ്ടുപോയപ്പോൾ പരാതിക്കാരിക്ക് ഇടക്കാല ആശ്വാസമായി പ്രതിമാസം 3,000 രൂപ നൽകണമെന്ന് കോടതി വിധിച്ചിരുന്നു. അതേസമയം പരാതിക്കാരി തൻ്റെ NRI അക്കൗണ്ടിൽ നിന്ന് അറിയാതെ 21.68 ലക്ഷം രൂപ പിൻവലിച്ചെന്നും തനിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും ഭർത്താവ് പ്രതികരിച്ചു. വിവാഹമോചന ഹർജി നൽകിയിട്ടുണ്ടെന്നും അറിയിച്ചു.
ഗാർഹിക പീഡനത്തിന് യാതൊരു തെളിവുമില്ലെന്നായിരുന്നു വാദം പൂർത്തിയാക്കിയ ശേഷം കോടതി ഉത്തരവ്. നഷ്ടപരിഹാരത്തിനും അർഹതയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ഇടക്കാല ആശ്വാസവും റദ്ദാക്കി. എന്നിട്ടാണ് പറഞ്ഞത് ഭർത്താവ് അമ്മയ്ക്ക് വേണ്ടി സമയവും പണവും ചെലവഴിക്കുന്നത് ഗാർഹിക പീഡനമായി കാണാനാവില്ല എന്ന്. ഇതിനൊക്കെ ഇടയിൽ ഹിന്ദുക്കളുടെ ദയനീയാവസ്ഥ ചൂണ്ടിക്കാട്ടുകയാണ് ജന്മഭൂമി. ജന്മഭൂമി കാണിക്കുന്ന അവസ്ഥ വളരെ ദയനീയമാണ് താനും. അത് ശരിയാണെങ്കിൽ അത്യന്തം ദയനീയമാണ്. ബംഗാളിൽ നിന്നാണ് വാർത്ത. ബംഗാളിൽ ഹിന്ദുക്കൾക്ക് രഹസ്യമായി പ്രാർത്ഥിക്കേണ്ട അവസ്ഥയാണെന്ന് BJP പറയുന്നു. ബംഗാൾ സംസ്ഥാന BJP പറയുന്നു. അതാണ് ജന്മഭൂമി വാർത്തയാക്കിയിട്ടുള്ളത്. കൊൽക്കത്ത തൃണമൂൽ കോൺഗ്രസിൻ്റെ അതിക്രമങ്ങളെ തുടർന്ന് ബംഗാളിലെ ഹിന്ദുക്കൾക്ക് പരസ്യമായി പ്രാർത്ഥന നടത്താൻ പോലും സാധിക്കുന്നില്ലെന്ന് BJP. തൃണമൂൽ കോൺഗ്രസ് ആക്രമികളെ ഭയന്ന് ബസിർഹട്ടിലെ ഹിന്ദുക്കൾ അതീവ രഹസ്യമായാണ് പ്രാർത്ഥന നടത്തുന്നതെന്ന് സംസ്ഥാന BJP അധ്യക്ഷൻ സുഗന്ധ മജുംദാർ പറഞ്ഞു. ദുർഗാ പൂജയ്ക്കിടെ വിഗ്രഹം നിമജ്ജനം ചെയ്യുന്നതിന് മമതാ സർക്കാർ അനുമതി നിഷേധിച്ചിരുന്നു. മുഖ്യമന്ത്രി മമത കുറ്റകരമായ മൗനം പാലിക്കുകയാണ്. ജനങ്ങളുടെ വികസനത്തിനല്ല, രാഷ്ട്രീയ വളർച്ചയ്ക്ക് മാത്രമാണ് മമതയുടെ ശ്രമം. സംസ്ഥാന സർക്കാരിൻ്റെ അടിച്ചമർത്തലുകൾക്കെതിരെ പ്രതികരിക്കും, മജുംദാർ പറഞ്ഞു. സന്ദേശ് ഖാലിയിൽ സ്ത്രീകൾക്ക് നേരെയുണ്ടായ അതിക്രമങ്ങളിൽ ബംഗാൾ സർക്കാരിനെതിരെ BJP ദേശീയ വക്താവ് ഗൗരവ് ഭാട്ടിയ രൂക്ഷമായി വിമർശിച്ചു. വിഷയത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി മൗനം പാലിക്കുകയാണ്. ഹിന്ദു യുവതികളെ TMC നേതാവ് ഷാജഹാൻ്റെ നേതൃത്വത്തിൽ മാനഭംഗപ്പെടുത്തിയെന്ന് വ്യക്തമായിട്ടും മമത നടപടിയെടുത്തില്ല. ബലാത്സംഗം ചെയ്യുന്നവരുടെ സർക്കാരാണ് ബംഗാളിലേതെന്നും ഭാട്ടിയ കുറ്റപ്പെടുത്തി. അതേസമയം ഷാജഹാൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സന്ദേശ് ഖാലിയിൽ ദിവസങ്ങളായി സ്ത്രീകളുടെ പ്രതിഷേധം തുടരുകയാണ്. പ്രദേശത്ത് വീണ്ടും നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 144 പ്രഖ്യാപിക്കുക കഴിഞ്ഞ ദിവസം ഹൈക്കോടതി റദ്ദാക്കിയതാണ്. 144 പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി റദ്ദാക്കിയതാണ്. എന്നാൽ സംഘർഷാവസ്ഥയാണെന്ന് ചൂണ്ടിക്കാട്ടി അധികൃതർ വീണ്ടും നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയായിരുന്നു. അതാണ് ജന്മഭൂമി കണ്ടെത്തിയ ഒരു വാർത്ത. ഇന്ന് പത്രങ്ങളുടെ എഡിറ്റ് പേജുകളിൽ ശ്രദ്ധിക്കേണ്ടതൊന്ന് രാംമോഹൻ പാലിയത്തിൻ്റെ ടാറ്റു ടൈംസ് എന്ന പങ്ക്തി ആണ്. പേനക്കാര്യത്തിനിടയിൽ ഒരു ആനക്കാര്യം എന്ന് പറഞ്ഞ് അദ്ദേഹം ചോദിക്കുന്നത് മനുഷ്യർ ആനപിടുത്തം നിർത്തിയത് കാട്ടാനകൾക്ക് ധൈര്യമായോ എന്നാണ്. മനുഷ്യർ ആനപിടുത്തം നിർത്തിയത് കാട്ടാനകൾക്ക് ധൈര്യമായോ? അതുകൊണ്ടാണോ അവ നാട്ടിലിറങ്ങുന്നത്? വീണ്ടും ആനപിടുത്തം തുടങ്ങിയാൽ പരിഹാരമാകുമോ? രാംമോഹൻ പാലിയത്തിൻ്റെ പങ്ക്തി ഇങ്ങനെ വായിച്ചു തുടങ്ങാം. കാട്ടിലും നാട്ടിലുമുള്ള ഒരേയൊരു ജന്തു ആനയാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് കാട്ടാന നാട്ടാന എന്ന് രണ്ടായി തിരിക്കുന്നത്. അടിസ്ഥാനപരമായി ശരിയല്ല. രണ്ടും സ്പീഷീസ് അർത്ഥത്തിൽ ഒരേ ജാതി ആന തന്നെ. അതല്ലല്ലോ മറ്റു പക്ഷിമൃഗങ്ങളുടെ കാര്യം. ഉദാഹരണത്തിന് കാട്ടുകോഴി വേറെ, നാട്ടുകോഴി വേറെ. 400ഓളം വർഷം മുമ്പ് ജീവിച്ചിരുന്ന തിരുമംഗലത്ത് നീലകണ്ഠൻ എന്ന മലയാളിയുടേതായി ആനക്കാര്യത്തെപ്പറ്റി മാതംഗലീല എന്നൊരു സംസ്കൃത കാവ്യമുണ്ട്. വള്ളത്തോളിൻ്റെ വകയായി അതിനൊരു പരിഭാഷയും. വള്ളത്തോളിൻ്റെ പരിഭാഷയുടെ അവതാരികയിൽ KP നാരായണ പിഷാരടി ലിസ്റ്റ് ചെയ്യുന്ന ആനകളുടെ സവിശേഷതകളിൽ കാട്ടിലും നാട്ടിലുമുള്ള ഒരേയൊരു ജന്തു ആനയാണെന്ന കാര്യം പറയുന്നില്ല. കയ്യായി ഉപയോഗിക്കാൻ പറ്റുന്ന മൂക്ക്, വായിൽ മുളച്ചു വരുന്ന കൊമ്പ്, വീശാൻ പറ്റുന്ന ചെവികൾ, വിരലല്ലാതെയുള്ള നഖങ്ങൾ, അകത്തൊതുങ്ങിയ വൃഷ്ണങ്ങൾ, പുറത്തേക്ക് തിരിഞ്ഞ നാവ്, അകത്തേക്കിറങ്ങി തുമ്പിക്കൈയിലൂടെ പുറത്തു വരുന്ന വിയർപ്പ് എന്നിങ്ങനെ മറ്റു മൃഗങ്ങളിൽ കാണാത്ത സവിശേഷതകളാണ് പിഷാരടി എടുത്തു പറയുന്നത്. അങ്ങനെ പോയി ആ ലാഗ്നത്തിൻ്റെ അവസാനത്തെത്തുമ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ആ ഭാഗത്തിൻ്റെ ആനഭാഗത്തിൻ്റെ അവസാനത്തെത്തുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് കാട്ടാനകളുടെ എണ്ണം കൂടുന്നില്ലെന്നും വാദങ്ങളുണ്ടെങ്കിലും നാട്ടിലുള്ള കാട്ടാനകളുടെ എണ്ണത്തിൽ കുറവ് വരുന്നുണ്ടെന്ന കാര്യത്തിൽ എല്ലാവരും ഒരേ അഭിപ്രായക്കാരാണ്. ആനപിടുത്ത നിയമം മൂലം നിരോധിക്കപ്പെട്ടതാണ് ഇതിൻ്റെ പ്രധാന കാരണം. എങ്കിലും ബീഹാറിലും മറ്റും നിയമവിരുദ്ധമായി ആനപിടുത്തം തുടരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. കാട്ടാനകൾ മനുഷ്യവാസ കേന്ദ്രങ്ങളിൽ എത്തുന്നതിന് കാരണങ്ങൾ പലതുണ്ട്. അതും നാട്ടാനകളുടെ എണ്ണം കുറയുന്നതും തമ്മിൽ ബന്ധം വല്ലതുമുണ്ടോ? ഇതിനെപ്പറ്റി ഒരു ആന മണ്ടത്തരം എഴുന്നള്ളിക്കാൻ തോന്നുന്നു. തങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒട്ടേറെ ആനകളെ മനുഷ്യർ പിടിച്ചെടുത്ത് ചങ്ങലക്കിട്ട് വളർത്തുന്നുണ്ടെന്ന് കാട്ടിലെ ആനകൾ അറിയുന്നുണ്ടാകണം. എങ്ങനെ? അതറിയില്ല. എന്നാലും ചുമ്മാ അങ്ങനെ തോന്നുന്നു. മനുഷ്യർ ആനപിടുത്തം നിർത്തിയതും കാട്ടാനകൾക്ക് കൂടുതലായി നാട്ടിലിറങ്ങാൻ ധൈര്യം കൊടുക്കുന്നുണ്ടാവും. കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ ആനപിടുത്തം വീണ്ടും തുടങ്ങണമെന്നാണ് പറഞ്ഞു വരുന്നത്. കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നത് തടയാനുള്ള അനേകം വഴികളിലൊന്നാകും അത്. മയക്കുവെടി പലപ്പോഴും മരണത്തിന് കാരണമാകുന്നു. കാടുകടത്തൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധത്തെയും അപകടത്തിലാക്കുന്നു. മനുഷ്യനേക്കാൾ
ഏറെ വലുപ്പവും ശക്തിയുമുള്ള ഒരു ജന്തുവിനെ പിടിച്ച് അടിമയാക്കുന്ന ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള കലാവിദ്യ അന്യം നിന്ന് പോകുമെന്ന് പേടിയില്ല. കാട്ടാനകളുടെ വർദ്ധിച്ചു വരുന്ന അക്രമരീതികൾ തന്നെയാണ് ആനപ്പിടുത്തത്തെ വീണ്ടും പരിഗണിച്ചുകൂടെ എന്ന ചോദ്യത്തെ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ പിടിക്കുന്ന ആനകളെ മാന്യമായി പരിപാലിക്കണമെന്നത് വേറെ കാര്യം. അതിനു ശക്തമായ നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും നിയന്ത്രിക്കുകയും വേണം, അവ കർശനമായി നടപ്പാക്കുകയും വേണം എന്നാണ് രാം മോഹൻ പാലിയത്ത് പറയുന്നത്. ഒരു ഭേദഗതി കൂടി ആവാമെന്ന് തോന്നുന്നു. വേണമെങ്കിൽ ആനകളെ കയറ്റുമതി ചെയ്യുന്നതും കേരളത്തിന് ആലോചിക്കാവുന്നതാണ്. മാധ്യമത്തിൻ്റെ എഡിപ്പേജിൽ ഇന്ത്യൻ ജനതയ്ക്ക് ഒരു വൈദികൻ്റെ ഒസ്യത്ത് എന്ന് ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് എന്ന വികാരി എഴുതിയ ലേഖനമുണ്ട്. ശതകോടികൾ ചെലവിട്ട് നാട്ടിലെമ്പാടും ആരാധനാലയങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. വാസ്തുശില്പകലയുടെ മകുടോദാഹരണങ്ങൾ എന്ന് വിളിക്കാവുന്ന വിധത്തിലുള്ള മകുടങ്ങളാണ് അവയുടെ മുകളിൽ സ്ഥാപിക്കുന്നത്. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നിലവിലേതുപോലെയുള്ള സാങ്കേതികവിദ്യാ സൗകര്യങ്ങളൊന്നുമില്ലാതിരുന്ന കാലത്ത് അനുഗ്രഹീതരായ കല്ലാശാരികളും മരയാശാരികളും കൊല്ലപ്പണിക്കാരും മറ്റും കൊത്തിയുണ്ടാക്കിയ മഹാഗോപുരങ്ങളുടെ മാതൃകയിലാണ് പല പുതിയ ആരാധനാലയങ്ങളും നിർമ്മിക്കുന്നത്. അമേരിക്കയിലും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിലും പോലും പാരമ്പര്യത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെയും പ്രതീകങ്ങളായ ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾ ആരാധനാലയങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇസ്ലാം മതവിശ്വാസികൾക്കായി ഫുജേറയിൽ മസ്ജിദ് നിർമ്മിച്ചു നൽകിയ സജി ചെറിയാൻ എന്ന മലയാളി വ്യവസായിയെ UAE ഭരണകൂടം ആദരിച്ച വാർത്ത വർഷങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു. ദുബൈയിലുള്ള സിഖ് ഗുരുദ്വാര നിർമ്മിക്കാൻ സ്ഥലവും സൗകര്യവും നൽകിയതും അവിടുത്തെ ഭരണകൂടമാണ്. ഇന്ത്യയിൽ ആദ്യത്തെ മുസ്ലിം പള്ളി പണിയാൻ ഭൂമിയും സൗകര്യവും നൽകിയത് കൊടുങ്ങല്ലൂരിലെ ഹൈന്ദവ വിശ്വാസിയായിരുന്ന രാജാവാണ്. ദൈവാരാധനയ്ക്കും മനുഷ്യ മനസ്സുകളുടെ ഇണക്കത്തിനും ഒരുപോലെ സഹായകമാണിതെല്ലാം. പക്ഷേ നമ്മുടെ രാജ്യത്ത് കുറച്ചു വർഷം മുമ്പ് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത് ഉണങ്ങാത്ത മുറിവായി നിൽക്കുന്നു. തർക്കപ്രദേശങ്ങളും ആരാധനാലയങ്ങളും പുരാവസ്തു നിയമപ്രകാരം സംരക്ഷിക്കലാണ് ഒരു മതേതര രാഷ്ട്രത്തിന് ഭൂഷണം. അത് പാലിക്കാതെ വന്നതും സ്നേഹഗംഗ ഒഴുകേണ്ടിടത്ത് രക്തപ്പുഴകൾ ഒഴുകിയതും രാജ്യമനസാക്ഷിയെ ഏറെ മുറിവേൽപ്പിച്ച സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് ഇന്ത്യൻ ജനതയ്ക്കുള്ള ഒസ്യത്ത് ആരംഭിക്കുന്നത്. ആരാധനാ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന എല്ലാ മതക്കാർക്കും ഉറപ്പ് നൽകിയിട്ടുള്ളതാണ്. അതിൻ്റെ ചട്ടക്കൂട്ടിനുള്ളിൽ നിന്നുകൊണ്ട് ആരാധനയാകാം. പക്ഷേ വിശ്വാസത്തിൽ മൗലികവാദം കലർത്തുന്നത് പാലും രക്തവും കൂട്ടി കലർത്തുന്നത് പോലെയാണ്. അത് ചേർന്ന് പോകുന്നതല്ല. പക്ഷേ ഇപ്രകാരം ചെയ്യുന്നത് ചില നിഗൂഢ ലക്ഷ്യങ്ങളോടെയാണ്. അവർ തേടുന്നത് ഈശ്വരപ്രീതിയല്ല, വോട്ട് ലാഭമാണ് എന്ന് അച്ഛൻ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ നാട് ഓർമ്മിക്കപ്പെടേണ്ടത് നല്ല മനസ്സുകളുടെ പേരിലാവണം. അതുപോലെ ഓരോ മതവും ഓർമ്മിക്കപ്പെടേണ്ടത് അവ ഉയർത്തുന്ന ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും പേരിലാവണം. രാജ്യത്തെ വിവിധ മതസ്ഥരായ സഹോദരങ്ങൾക്ക് മുമ്പാകെ ഒരു വൈദികനായ ബിഷുങ്കരൻ എഴുതുന്ന കുറിപ്പാണിത്. ഇത് മരുന്ന് ശീട്ടായോ ഒസ്യത്തായോ നിങ്ങളിത് ഏറ്റെടുക്കുമെന്ന് വിശ്വസിക്കുന്നു. നാടിൻ്റെ ഐക്യത്തിനായി പ്രാർത്ഥിക്കുന്നു എന്ന് പ്രാർത്ഥനയോടെ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട് അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ വാർത്തകളും അവലോകനങ്ങളും അവസാനിപ്പിക്കുകയാണ്. നാളെ കേൾക്കാം. നന്ദി, നമസ്കാരം.